Cardiologist and Director of Date Diagnostics, Palakkad. നമുക്ക് എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് എന്താണെന്ന്. ശരിക്കും നിങ്ങൾക്ക് അറിയോ ഡയബറ്റീസ് എന്താണെന്ന്? എത്ര തരമുണ്ടെന്ന് അറിയാം? നമുക്കറിയാം 2 തരമുണ്ട്. ഒന്ന് ജനിച്ച ഉടനെ തന്നെ വരുന്നതിന് ഉള്ള ഒരു ജുവനൈൽ ഡയബറ്റീസ് എന്നും, മറ്റേതിന് വയസ്സായി കഴിഞ്ഞാൽ വരുന്നതിന് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് എന്നും പറയും. അപ്പൊ ഏറ്റവും കോമൺ ആയി കാണുന്നത് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ട് വരുന്നതാണ്. അതിലും നമുക്ക് ഹെറിഡിറ്ററി ഉണ്ട്. അത് പറയാം, നമുക്ക് തലമുറകളായിട്ട് എന്തെങ്കിലുമൊക്കെ അച്ഛനമ്മമാര് തരണ്ടേ, അതുമാതിരി തരുന്ന ഒരു സാധനമാണ് ഡയബറ്റീസ്. എല്ലാവർക്കും ഡയബറ്റീസ് വരൂ. ഒരു വീട്ടിലെ ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരൂ. വരാനുള്ള ചാൻസ് നല്ലോണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ വരാതിരിക്കാൻ നോക്കാം. എനിക്ക് എന്റെ ശരീരത്തിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും ഒരു പരിധി വരെ എനിക്കതിനെ തടയാൻ പറ്റും. എങ്ങനെ? റെഗുലർ എക്സസൈസ്. നമ്മുടെ വെയിറ്റിനെ പറ്റി നമ്മൾ നല്ല ബോധേഡാവണം. ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് വേണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ തടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പാണ്. അത് പറഞ്ഞാൽ സെൻട്രൽ ഒബീസിറ്റി. മെലിഞ്ഞ ഒരാള് ആണെങ്കിൽ അധികം ഡയബറ്റീസ് ഉണ്ടാവില്ല. വയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റ് അനുസരിച്ച് അത് കൂടുതലാണെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എല്ലാ അസുഖങ്ങളും, ഡയബറ്റീസ് ആയാലും പ്രഷർ ആയാലും എല്ലാം സെൻട്രൽ ഒബീസിറ്റിയെ, ഹാർട്ട് അറ്റാക്ക് വരെ സെൻട്രൽ ഒബീസിറ്റിയെ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ടത് ഈ സെൻട്രൽ ഒബീസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഡയറ്റ് വെച്ചിട്ട് ചെയ്യാം. ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഡയബറ്റീസ് ആണോ? അയ്യോ, ഞാൻ പഞ്ചസാര കഴിക്കുകയില്ല എന്ന്. അത് മതിയോ? പഞ്ചസാര മാത്രം പ്രിവെന്റ് ചെയ്താൽ മതിയോ? പോരാ, ചായയും കാപ്പിയും കുടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാ. എന്താ കാരണം? പാലുള്ള ചായയും കാപ്പിയും കുടിക്കരുത്. കാരണം പാലില് മധുരമുണ്ട്. അത് നിങ്ങൾക്ക് ഡയബറ്റീസ് കൂട്ടും. അപ്പൊ വെറുതെ പഞ്ചസാര കൊണ്ട് മാത്രം നമുക്ക് ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ചായ കാപ്പി ഒഴിവാക്കണം. പിന്നെ എന്തൊക്കെ ഒഴിവാക്കണം? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയണ അന്നജം മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഒരു 3 ഇഡ്ഡലി കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1 ഇഡ്ഡലിയായിട്ട് കുറയ്ക്കണം. അപ്പൊ എനിക്ക് വിശക്കില്ലേ, രാവിലെ എന്ത് ചെയ്യും? 1 ഇഡ്ഡലിയുടെ കൂടെ കുറച്ച് മുളപ്പിച്ച ചെറുപയർ കഴിക്കാം. അതിന്റെ കൂടെ വെജിറ്റബിൾസ് ഉള്ള സാലഡ് കഴിക്കാം. നമ്മുടെ വയറ് നിറയെ വേണ്ടു. എന്ത് കഴിച്ച് വയറെന്നറിയണം. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 നേരം അല്ലെങ്കിൽ 4 നേരം സുഖമായി ഉണ്ണണം. എന്നാൽ മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതല്ല ഇവിടെ വേണ്ടത്. വയറ് നിറയ്ക്കണം. പക്ഷെ ആ വയറ് നിറയ്ക്കണതിന്റെ ഇടയിൽ നമ്മള് ഇഡ്ലി അല്ലെങ്കിൽ അന്നജം, അതിന് ഇഡ്ലിയാണോ സേവയാണോ പൂരിയാണോ എന്താണോ അത് എന്നും കഴിക്കണതിൽ നിന്നും നല്ല കുറയ്ക്കുക. അതുമാതിരി അതിന്റെ കൂടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടേണ്ട സാധനങ്ങൾ മുളപ്പിച്ച പയറ്, മറ്റേ കടല, പീസ്, എന്തെങ്കിലും പ്രോട്ടീൻ, കോഴിമുട്ടയും കഴിക്കാം. വെള്ളം മാത്രം കഴിക്കാം. തടി കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞക്കരു കുറവാക്കാം. വെള്ള പ്രോട്ടീൻ നല്ലതാണ്, അത് കഴിക്കാം. അതിന്റെ കൂടെ സാലഡ് കഴിക്കാം. ഉച്ചയ്ക്കും ഇതേമാതിരി തന്നെ. ചോറ് കഴിക്കുമ്പോൾ ചോറ് കൂടുതൽ, ഉപ്പേരിയും കൂട്ടാനും കുറവ്. അതിന് നേരെ തിരിച്ച് ചെയ്യാം. ഉപ്പേരിയും കൂട്ടാനും കൂടുതൽ കഴിക്കാൻ, ചോറ് കുറയ്ക്കാം. പിന്നെ എന്ത് നമ്മൾ കുടിക്കും? മോരും വെള്ളം കുടിക്കാം. വൈകുന്നേരം ഇതേമാതിരി സാലഡ്സും പ്രോട്ടീൻസും കൂട്ടുക. പ്ലസ് ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ നിങ്ങൾ നടക്കുക. ഇത് ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട്. പിന്നെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? സുഖമാണ്. ഇന്നിപ്പോ ഒരുവിധം എല്ലാവരും മൊബൈലിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അത് മാനസിക പിരിമുറുക്കം കൂട്ടുകയോ കുറയ്ക്കുമോ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂട്ടുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിലും നല്ലത് വീട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് കുറച്ച് സമയം സന്തോഷിക്കുകയും മനസ്സിനെ അതിൻ്റെതായ നിലയ്ക്ക് വിടുക. യാതൊരുവിധ പിരിമുറുക്കവും ഇല്ല. ഇതൊക്കെയാണ് നമുക്ക് ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ. താങ്ക് യു.